ഹേ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. നമുക്ക് ഇന്നൊരു പ്രോൺസ് ബിരിയാണി ആയല്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. കമാൻ. അപ്പൊ നമ്മുടെ ബിരിയാണിക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 6 പച്ചമുളക്, ഒരു 1 ഇഞ്ചി, ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് പ്രോൺസ് നമ്മുടെ തലയോട് കൂടി തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗായ്സ്. പിന്നെ നമ്മ റൈസ് ഓൾറെഡി ഓണിയനും സൾഫ്രോണും ഇട്ട് റൈസ് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല വീഡിയോ ഓവർ ലെങ്ത് ആകണ്ടല്ലോ എന്ന് വെച്ച് നമ്മ റൈസൊക്കെ ഓൾറെഡി കുക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് പോകാട്ടോ. ഞാൻ പാത്രം വെച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ, ഒരു 2 സ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. അപ്പം നമ്മുടെ വെളിച്ചെണ്ണയും ഓയിലൊക്കെ ഒന്ന് ചൂടാകുന്നുണ്ട്. സവാള ഇട്ട് കൊടുക്കാം നമുക്ക്. ഈ സവാള ഒന്ന് നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി പുറത്ത് പോരണേ. അപ്പോൾ നമ്മുടെ സവാള ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഇതിൽ നിന്നൊന്ന് മാറ്റാം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റാട്ടാ. പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ കരിഞ്ഞു പോകും. ഞാനപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് മാറ്റട്ടെ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നമ്മ നൈസായിട്ട് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ അടുത്ത സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നല്ലപോലെ ഉടച്ചെടുക്കണേ, നല്ലപോലെ വേവിച്ചൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് സെറ്റ് ആകുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മ ചതച്ച് വെച്ച് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ മാറി വന്നപ്പോൾ നമ്മ വറുത്ത് വെച്ച സവാള മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കണ്ടേ. നമ്മുടെ മസാലയൊക്കെ ഏകദേശമൊക്കെ റെഡി ആകുന്നുണ്ട്. പിന്നെ പൊടികൾ, ഞാനൊരു നല്ലൊരു സീ ഫുഡ് ലവറാണ്. അതുകൊണ്ട് ഞാൻ ആ മീനിൻ്റെ ഒരു മീനായാലും എന്താണെങ്കിലും ഞാൻ അതിൻ്റെ ഒരു റോ ഫ്ലേവർ കളയില്ല ബിരിയാണിയിൽ. അപ്പം ഞാൻ ഇതിനകത്തേക്ക് സജസ്റ്റ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രം ചേർത്ത് കൊടുക്കുക മാക്സിമം. അതായിരിക്കും കുറച്ചൊക്കെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം. മസാലയിൽ നമ്മൾ ഇത്രയും തക്കാളി ചേർത്തേക്കുന്നതുകൊണ്ട് ഒരു ചെറിയൊരു പുളി ഉണ്ടാവും. അപ്പം നമ്മൾ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടാ. വാവ്, കിട്ടില്ല മസാല. മസാലയുടെ ടെക്സ്ചർ നോക്ക്. നമ്മുടെ മസാലയുടെ ടെക്സ്ചർ കണ്ട കിഡിലോസ്കി. ഇതിനകത്തേക്ക് നമ്മുടെ പോൺസ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക, റൈസ് ഇടുക, ദം ചെയ്യട്ടോ. ദാറ്റ്സ് ഇറ്റ്. ദമ്മിടുന്നതിന് മുന്നേ ഒരു നാരങ്ങ ഇടുക, നല്ലപോലെ പിഴിഞ്ഞാട് ഒഴിച്ചോട്ടാ. നാരങ്ങ ഓറഞ്ച്, ഇതിന് മാത്രം ജ്യൂസ് തന്നെ. നമുക്ക് റൈസ് ഇട്ട് ദം ചെയ്യാം. നമ്മുടെ റൈസൊക്കെ ഇട്ട് കറക്റ്റായിട്ട് ഫില്ലാക്കിയിട്ടുണ്ട്. നേരെ ഒരു മൂടി എടുക്കുന്നു, മൂടി വെക്കുന്നു, ലോ ഫ്ലെയിം ആക്കുന്നു. എന്നിട്ടൊരു 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോൾ നമ്മുടെ ബിരിയാണി കിടിലൻ. നമ്മുടെ ബിരിയാണി ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ബിരിയാണിയുടെ മൂടി തുറക്കണേ. വാവ്, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തേനാ. വേറെ ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പം കുറച്ച്
മല്ലിയില ഇട്ട് കൊടുക്കണ്ടേ. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതിൻ്റെ ഗ്രേവി ആയിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനൊന്ന് ഇത് റെഡിയാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അയ്യോ നമ്മുടെ ബിരിയാണി നോക്ക്, നമ്മുടെ പ്രോൺസ് ഒക്കെ കിടക്കണം നോക്ക്. അപ്പം നമ്മുടെ ബിരിയാണി അമ്മ റെഡി ആയിട്ടാ. അപ്പം നമുക്ക് ബിരിയാണി കഴിക്കണ്ടേ, നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ ഗായ്സ്. അപ്പൊ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ച് സലാഡ് എടുക്കുക, ഇതൊന്ന് കൂട്ടി കുഴക്കാം. എന്റെ പൊന്നടാവേ കിട്ടുക്കാച്ചി സാധനം. ഗായ്സ് അപ്പൊ നമ്മുടെ സിമ്പിൾ പ്രോൺസ് ബിരിയാണി എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ.